all, welcome back to my YouTube channel. So, ഇന്ന് CPT Updates 2025-ൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ട് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം വരെ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടത്? ഒന്ന് ടെലിമെഡിസിൻ സർവീസിലെ കുറച്ച് പുതിയ കോഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ സ്കിൻ സെൽ സസ്പെൻഷൻ ഓട്ടോഗ്രാഫ്റ്റിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ബാക്കി നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. കാർഡിയോവാസ്കുലാർ സിസ്റ്റം. ഇപ്പോൾ കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൽ ന്യൂ കോഡ്സ് ഒന്നും ആഡ് ആയിട്ടില്ല. ഒരു കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്, 3 കോഡ് ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ റിവിഷൻ വന്ന കോഡ് 33814 ആണ്. ചെറിയ ഒരു റിവിഷനാണ് ഉള്ളത്. അതായത് 2024 33814 ഒബ്ലിട്രേഷൻ ഓഫ് അയോട്ടോ പൾമണറി സെപ്റ്റൽ ഡിഫക്റ്റ് കഴിഞ്ഞിട്ട് സെമി കോളൻ വിത്ത് കാർഡിയോ പൾമണറി ബൈപ്പാസ് ആയിരുന്നു. ഇപ്പോൾ 2025 33814ൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒബ്ലിട്രേഷൻ ഓഫ് അയോട്ടോ പൾമണറി സെപ്റ്റൽ ഡിഫക്റ്റ് കോമ വിത്ത് കാർഡിയോ പൾമണറി ബൈപ്പാസ് എന്നായി. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ ഹെമിക് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. ഇത് നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ കൂടെ ഒരുമിച്ച് തന്നെയാണ് നമുക്ക് മാർക്കിംഗ് സിസ്റ്റത്തിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ 4 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ റിവിഷനും ഡിലീഷനും ഒന്നും ഇല്ല. അപ്പോൾ ഇതിൽ 4 ന്യൂ കോഡ്സും വന്നിട്ടുള്ളത് ഷിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ ടി സെൽ തെറാപ്പി അല്ലെങ്കിൽ കാർ ടി സെൽസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാർ ടി സെൽസ് തെറാപ്പി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, നമുക്കറിയാം ക്യാൻസറിന് കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സർജറി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെ ഇമ്മ്യൂണോതെറാപ്പിയിൽ പെട്ട ഒരു പ്രൊസീജിയറാണ് ഈ കാർ ടി സെൽസ് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ ടി സെൽസ് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ് സെൽസ് എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്ത് കാർ ടി സെൽസ് ആക്കി മാറ്റും. എന്നിട്ട് ഈ കാർ ടി സെൽസ് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്താൽ ഈ കാർ ടി സെൽസിന് ക്യാൻസറസ് സെൽസിനെ ഫൈറ്റ് ചെയ്യാൻ, കിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കാർ ടി സെൽ തെറാപ്പീൻ്റെ 4 കോഡ്സ് വരുന്നത് 38225, 38226, 38227, 38228. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 38225 എന്ന് വെച്ചാൽ ഹാർവെസ്റ്റിംഗ് ഓഫ് ബ്ലഡ് ഡിറൈവ്ഡ് ടി ലിംഫോസൈറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓട്ടോലോഗസ് കാർ ടി സെൽസ് പെർ ഡേ. അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ടി ലിംഫോസൈറ്റ്സ് കളക്ട് ചെയ്യുന്നതിനാണ്, ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് കൊടുക്കുന്ന കോഡാണ് 38225. പിന്നെ 38226 എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ബ്ലഡ് ഡിറൈവ്ഡ് ടി ലിംഫോസൈറ്റ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഈ ടി ലിംഫോസൈറ്റ്സിനെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് 38226 കോഡ് കൊടുക്കുന്നത്. 38227 എന്ന് പറഞ്ഞാൽ റിസീപ്റ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കാർ ടി സെൽസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ. അതായത് റിസപ്ഷനും പിന്നെ അതുപോലെ കാർ ടി സെൽസിനെ പ്രിപ്പയർ ചെയ്യുന്നതിനുമാണ് 38227 കോഡ് കൊടുക്കുന്നത്. 38228 കോഡ് കൊടുക്കുന്നത് കാർ ടി സെൽസ് അഡ്മിനിസ്ട്രേഷൻ ഓട്ടോലോഗസ്. ഈ കാർ ടി സെൽസ് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് കൊടുക്കുന്ന കോഡാണ് 38228. അതായത് 4 കോഡ്സാണ് വരുന്നത്. ഫസ്റ്റ് കോഡ് എന്തിനാ? കളക്ട് ചെയ്യുന്നതിന്, ടി സെൽസ് കളക്ട് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് കോഡ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കോഡ് കൊടുക്കുന്നത് പ്രിപ്പറേഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഈ ബ്ലഡ് ഡിറൈവ്ഡ് ടി ലിംഫോസൈറ്റ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ കോഡ് കൊടുക്കുന്നത് റിസീപ്റ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ അഡ്മിനിസ്ട്രേഷൻ, കാർ ടി സെൽസ് ബോഡിയിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനാണ് 38227 കോഡ് കൊടുക്കുന്നത്. നാലാമത്തെ കോഡ് കൊടുക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ കോഡും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള ന്യൂ കോഡ്സ്. നെക്സ്റ്റ് ചാപ്റ്റർ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും കുറച്ച് 5 കോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. റിവൈസ് ചെയ്തിട്ടൊന്നും ഇല്ല കോഡ്സ്. 4 കോഡ്സ് ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത 5 കോഡ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആഡ് ആയിട്ടുള്ള കോഡ്സ് 49186, 49187, 49188, 189, 190. ഇതൊക്കെ ഒരേ പ്രൊസീജിയറിൻ്റെ അണ്ടറിൽ വരുന്ന കോഡ്സ് തന്നെയാണ്. ഇത് എന്തിൻ്റെ കോഡാണെന്ന് വെച്ചാൽ എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ, ഓപ്പൺ, ഇൻട്രാ അബ്ഡോമിനൽ, എക്സാമ്പിൾ പെരിറ്റോണിയൽ, മീസെൻട്രിക്, റിട്രോപെരിറ്റോണിയൽ, primary or secondary tumors or cysts, sum of the maximum length of tumors or cysts,
എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ്റെ കോഡാണ്. എന്തിൻ്റെ എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ ആണ്? സിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ട്യൂമേഴ്സിൻ്റെ എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ്റെ കോഡാണ്. എവിടുത്തെ സിസ്റ്റിൻ്റെയും ട്യൂമേഴ്സിൻ്റെയാണ്? ഇൻട്രാ അബ്ഡമിനൽ, അതായത് വിത്തിൻ ദ അബ്ഡമിനിൽ വരുന്ന സിസ്റ്റിൻ്റെയും ട്യൂമേഴ്സിൻ്റെയും ഒക്കെ എക്സിഷനോ ഡിസ്ട്രക്ഷനോ ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കോഡാണ്. ഓപ്പൺ പ്രൊസീജിയർ ആണ്. ഓക്കെ, പിന്നെ ഇത് എന്ത് ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്? സം ഓഫ് ദ മാക്സിമം ലെങ്ത് ഓഫ് ട്യൂമേഴ്സ് ഓർ സിസ്റ്റ്, അതായത് ട്യൂമറിൻ്റെയും സിസ്റ്റിൻ്റെയും മാക്സിമം ലെങ്ത് ബേസ് ചെയ്തിട്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ ട്യൂമറോ സിസ്റ്റോ ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള മാക്സിമം ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി അതിൽ തന്നെ കോഡ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈസിയാണ്. അതിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ ഓർ ലെസ് ആണെങ്കിൽ 186 കൊടുക്കാം. 5.1 to 10 ആണെങ്കിൽ 187 കൊടുക്കാം. 10.1 to 20 ആണെങ്കിൽ 188 കൊടുക്കാം. 20.1 to 30 ആണെങ്കിൽ 189 കൊടുക്കാം. മോർ ദാൻ 30, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ 190 കൊടുക്കാം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് യൂറിനറി സിസ്റ്റം വരുന്നുണ്ട്. യൂറിനറി സിസ്റ്റത്തിലും 3 പുതിയ കോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്, 2 കോഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ റിവിഷൻ വന്ന കോഡ് 51020 ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു റിവിഷനാണ് വന്നിട്ടുള്ളത്. അതായത് 2024 51020ൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റോട്ടോമി ഓർ സിസ്റ്റോസ്റ്റോമി സെമികോളൻ വിത്ത് ഫൾഗറേഷൻ ആൻഡ് ഓർ ഇൻസേർഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. സോ 2025 ആ സെമികോളൻ റിമൂവ് ചെയ്തു എന്നേ വരുന്നുള്ളൂ. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു 3 കോഡ്സ് ആണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ 3 കോഡ്സും പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് ആണ്. അതായത് നമുക്കറിയാം പ്രോസ്റ്റേറ്റിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് BPH, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ. അതായത് കുറച്ച് പ്രായമായ മാനിൽ പുരുഷന്മാരിൽ കാണുന്ന ഒരു കണ്ടീഷനാണ്. അവരുടെ പ്രോസ്റ്റേറ്റ് എൻലാർജ് ആവും. അപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ് ആയി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യൂറിനറി ഡിഫിക്കൽട്ടീസ് വരും. നിങ്ങൾക്ക് ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ പ്രോസ്റ്റേറ്റ് വലുതാവുന്നതിനനുസരിച്ച് യുറേത്ര അവർ സ്ക്വീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ യൂറിനേഷന് ഡിഫിക്കൽട്ടീസ് വരും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 51721 ആണ് ഒരു കോഡ്. ഇൻസേർഷൻ ഓഫ് ട്രാൻസ് യുറീത്രൽ അബ്ലേഷൻ ട്രാൻസ്ഡ്യൂസർ for delivery of thermal ultrasound for prostate tissue ablation, including suprapubic tube placement during the same session and placement of an endorectal cooling device when performed. അതായത് നമുക്ക് യുറേത്രേൻ്റെ ഇടക്ക് ട്രാൻസ് യുറേത്രൽ അബ്ലേഷൻ ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്യാണ്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും, ഒരു ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്തു. എവിടെ? യുറേത്രേൻ്റെ ഇടക്ക് ഒരു ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്തു. അതുവഴി തെർമൽ അൾട്രാസൗണ്ട് പാസ് ചെയ്യും. ഓക്കെ, തെർമൽ അൾട്രാസൗണ്ട് കൊടുക്കുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ടിഷ്യൂവിന് എന്ത് സംഭവിക്കും? അബ്ലേഷൻ സംഭവിക്കും. അങ്ങനെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ടിഷ്യൂവിൻ്റെ കട്ടി, തിക്നെസ് കുറഞ്ഞ് പാകത്തിനാവും. അപ്പോൾ നമ്മുടെ യൂറിനറി ഡിഫിക്കൽട്ടീസ് ഒക്കെ കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രൊസീജിയർ. എന്താ? ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്യുക, ട്രാൻസ് യുറീത്രൽ അബ്ലേഷൻ ട്രാൻസ്ഡ്യൂസർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി വേറെ ഒരു കോഡ് വരുന്നത് 53865, സിസ്റ്റോയുറീത്രോസ്കോപ്പി വിത്ത് ഇൻസേർഷൻ ഓഫ് ടെമ്പററി ഡിവൈസ് ഫോർ ഇസ്കീമിക് റീമോഡലിംഗ് ഓഫ് ബ്ലാഡർ, നെക്ക് ആൻഡ് പ്രോസ്റ്റേറ്റ്. അപ്പോൾ ഇതുപോലെ ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിൻ്റെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സിസ്റ്റോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യുക. ആ സിസ്റ്റോസ്കോപ്പ് ത്രൂ ഒരു ടെമ്പററി ഡിവൈസ് ഇൻസേർട്ട് ചെയ്യും. എവിടെ? പ്രോസ്റ്റേറ്റിൻ്റെയും ബ്ലാഡർ നെക്കിൻ്റെയും അവിടെ ഒരു ടെമ്പററി ഡിവൈസ് പ്ലേസ് ചെയ്യും. ഈ ടെമ്പററി ഡിവൈസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇസ്കീമിക് റീമോഡലിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. അതായത് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ ബ്ലാഡർ നെക്കിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഇസ്കീമിയ സംഭവിക്കും. ഓക്കെ, ഇസ്കീമിക് റീമോഡലിംഗ് സംഭവിക്കും. ഓക്കെ, അങ്ങനെ പ്രോസ്റ്റേറ്റിൻ്റെ തിക്നെസ് കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് 53865 ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി 53866 എന്ന് വെച്ചാൽ ഈ പ്രൊസീജിയറിൻ്റെ, ഈ ടെമ്പററി ഡിവൈസ് ഇൻസേർഷൻ്റെ റിമൂവലിന് കൊടുക്കുന്ന കോഡാണ് 53866. ഓക്കെ, അപ്പോൾ 3 കോഡാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ? ട്രാൻസ് യുറീത്രൽ ട്രാൻസ്ഡ്യൂസർ വഴി
നോർമൽ അൾട്രാസൗണ്ട് പാസ് ചെയ്യും, അങ്ങനെ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ഒരു ടെമ്പററി ഡിവൈസ് സിസ്റ്റോസ്കോപ്പി വഴി ഒരു ടെമ്പററി ഡിവൈസ് ബ്ലാഡർ നെക്കിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും അവിടെ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഈ സ്കീമിക് റീമോഡലിംഗ് നടന്നിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ തിക്നെസ് കുറയ്ക്കും. ഓക്കെ, ഇതൊക്കെ BPHൻ്റെ ഒക്കെ ഓരോരോ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. മൂന്നാമത്തെ പറയുന്നത് ഈ രണ്ടാമത്തെ പ്രൊസീജിയറിൽ പറയുന്ന ഡിവൈസിൻ്റെ റിമൂവലാണ് മൂന്നാമത്തെ കോഡിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ഒരു പാർട്ട് 3 ആയിട്ട് ചെയ്യാം, ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ്. സോ ഇന്ന് നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, കാർ T സെൽ തെറാപ്പീനെ കുറിച്ച്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇമ്മ്യൂണോ തെറാപ്പീനെ കുറിച്ചിട്ട് വന്നിട്ടുള്ള പുതിയ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ എക്സിഷൻ ഓർ ഡിസ്ട്രക്ഷൻ, ഇൻട്രാ അബ്ഡോമിനൽ സിസ്റ്റ് ഓർ ട്യൂമേഴ്സിൻ്റെ എക്സിഷൻ്റെ കുറച്ച് കോഴ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള 2-3 കോഴ്സും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.